എത്ര വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. എന്തോരം വർക്കൗട്ട് ചെയ്യണോ അതനുസരിച്ച് നമ്മൾ തിന്നുന്ന ഫുഡാണ് ചോറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ അതെൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് എനിക്ക് എപ്പോൾ തോന്നിയോ അന്ന് തൊട്ട് അതിന് പകരമുള്ള ഫുഡ് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾക്കും അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചോറ്. ഞാൻ ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിലേറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ടതിനേക്കാൾ അളവിലാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരു ദിവസം കഴിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അതായത് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നെടുത്തേക്കുന്നത് ഓട്സ് ആണ്. ഇത് നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാം, രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഇടാണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നല്ല സാധനമാണ്, വണ്ണം വേഗം കുറയുകയും ചെയ്യും. ഓട്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി. അനേകം അത്ഭുത ഗുണങ്ങളുള്ള ഈ കുഞ്ഞിനാണ് കുറുമ്പുല്ല് അഥവാ മുത്താറി. ഇത് രക്തക്കുറവുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ വണ്ണം കുറയ്ക്കാൻ, ഭക്ഷണത്തിൻ്റെ ആ ഒരു നമ്മുടെ ഇൻടേക്ക് നിയന്ത്രിക്കാനൊക്കെ റാഗി അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയൺ കണ്ടൻ്റാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ പുട്ടായിട്ട് കഴിക്കാം, ദോശയായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, ഇനി കഞ്ഞിയായിട്ട് കുടിക്കേണ്ടവർക്ക് കഞ്ഞിയായിട്ട് വേണമെങ്കിലും കുടിക്കാം. പിന്നെ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ കുഞ്ഞുമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഫുഡാണ് റാഗി. പിന്നെ ഈ രണ്ട് സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡുകളുണ്ട്. മില്ലറ്റ്സ്, ബാർലി അരി, ബ്രൗൺ റൈസ്, നുറുക്ക് ഗോതമ്പ് ഇതൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും അസുഖങ്ങളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി വണ്ണമൊക്കെ കുറച്ച് സെറ്റായിട്ടിരിക്കും.